നമസ്കാരം. ഞങ്ങൾ കോയമ്പത്തൂർ ലക്ഷ്മി ഇൻഡസ്ട്രീസ് ഞങ്ങളുടെ കമ്പനി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 5 HP ഓയിൽ എക്സ്ട്രാക്ഷൻ മെഷീൻ. ഈ ഞങ്ങളുടെ മെഷീൻ്റെ ഈ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് സ്ക്രൂ ടൈപ്പ് ഓയിൽ എക്സ്ട്രാക്ഷൻ. ഇപ്പോൾ നിങ്ങൾ ഇതിലുള്ള ഔട്ട്പുട്ട് നിങ്ങൾ എത്ര വരുമെന്ന് വെച്ചാൽ മാക്സിമം 70%, 67 നിന്ന് 70% വരെ നമുക്ക് ഔട്ട്പുട്ട് വരും. ഇപ്പോൾ സാറ് മലപ്പുറത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്, ഒരു കസ്റ്റമറായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കാം, നിങ്ങൾ ഇപ്പോൾ ഓടിച്ച് കാണിക്കും. ഇപ്പോൾ സാർ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ. അല്ല, നിങ്ങൾ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ സ്ക്രൂ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് സ്ക്രൂ മനസ്സിലായി. ഇപ്പോൾ ഓയിൽ എക്സ്ട്രാക്ഷൻ ഇപ്പോൾ വേറെ വേറെ മൾട്ടി ടൈപ്പിൽ ഇപ്പോൾ മറച്ചക്ക് പിന്നെ എക്സ്പെല്ലർ അതുപോലത്തെ കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് എത്ര കിട്ടുന്നോ അതിനെക്കാട്ടിലും കൂടുതൽ സ്റ്റോക്കിൽ ഇത് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അത് ഇപ്പം നേരിട്ട് നമുക്ക് കാണാമല്ലോ. അപ്പൊ നമുക്ക് ഇത് ഓടിച്ചു നോക്കാവോ? ഓടിച്ചു നോക്കാമല്ലോ. തരി ഇപ്പൊ ഇത് ആദ്യം ഇത് കൊപ്പർ കട്ടറിലെ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞങ്ങളുടെ കയ്യിൽ മെഷീൻ ഉണ്ട്, അത് കാണിച്ചു തരാം. അതിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിൽ ഇത് ഇടാം. ഇതാ ഇത് മണിക്കൂറിന് ധാരാളമായിട്ട് 60 കിലോ വരെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇപ്പൊ നിങ്ങൾ കാണുന്നു 60 ഇപ്പൊ സാറ് ഇപ്പോ നിങ്ങൾക്ക് സംശയം ഇപ്പൊ ക്ലിയർ ആയി അല്ലേ? അല്ല, നമ്മുടെ സങ്കല്പത്തിലുള്ളത് എക്സ്പെല്ലറാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദം. നമ്മളൊരു മില്ല് നമ്മൾ എക്സ്പെല്ലറാണ് ഓണാക്കിയാൽ പിന്നെ ഒന്നും സംസാരിക്കാനോ ഒന്നും കേൾക്കില്ല, അത്രയും സൗണ്ടാണ്. പിന്നെ ഒന്ന് ഇതേമാതിരി തന്നെ ഈ ഉണങ്ങാത്ത ഇത് അതിൽ പോവില്ല, ശബ്ദം കറ ഭയങ്കരമായിട്ട് നമ്മൾ ചവിടിന് കൊള്ളാത്ത ശബ്ദത്തിൽ അവിടെ ബ്ലോക്കായി നിൽക്കും. പിന്നെ നമ്മൾ കഴിച്ച് അതിന് ബോൾട്ടെല്ലാം കഴിച്ച് അതിനുള്ളിൽ നല്ല ഒഴിവാക്കിയിട്ട് വേണം ഇടാന്ന്. നല്ല ഒരു സാറ്റിസ്ഫൈഡ് ഉണ്ടല്ലേ? ഇത് സ്പേസ് കുറവ് നമ്മളൊന്നും ഇത് എങ്ങനെ ഇത് ആയി ഓയിൽ എക്സ്ട്രാക്ഷൻ ചെയ്യുമോ? ഓയില് എന്ന് പറഞ്ഞാൽ ഓയില് കൂടുതൽ എന്ന് പറഞ്ഞാല് പക്ഷെ കുറെ സമയം പിടിക്കോ. എങ്ങനെ പെട്ടെന്ന് വരികയാണ്. ഇത് സിമ്പിളാണ്. നമ്മൾ അത്ഭുതപ്പെടുകയാണ്. അപ്പൊ നിങ്ങൾ തന്നെ ഇത് നേരിട്ട് കണ്ടത്. ഇപ്പൊ നിങ്ങൾ തന്നെ ഫീഡ്ബാക്ക് പറയണം. ഞങ്ങളുടെ കമ്പനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ കസ്റ്റമറായിട്ട് നിങ്ങൾ വന്നിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ ഫീഡ്ബാക്ക് പറയും. ഇപ്പൊ ഒരു റൗണ്ട് നമുക്ക് ഇട്ടു, പിന്നെയും ഒരു റൗണ്ട് ഇടുകയാണ്. തീർച്ചയായിട്ടും അത് ഓയിൽ എക്സ്ട്രാക്ഷൻ അങ്ങനെ ഓയിൽ വരുന്നത് നിങ്ങൾ കണ്ടല്ലോ. അതെ നല്ല നീറ്റായിട്ട് ഓയിലൊക്കെ നല്ല നീറ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടു. അതല്ല, ഇനി ചെറിയൊരു എനിക്ക് ഡൗട്ടുള്ള വെച്ചാല് ഈ ഓയിലുണ്ടല്ലോ, ഈ ഓയിലും ഇതിന്റെ അത് പൊടിയുണ്ട്. ഈ പൊടി അരിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ഓയിൽ ഫിൽറ്റർ ഉണ്ടല്ലോ. ഫിൽറ്റർ അതെ സെപ്പറേറ്റ് ഓയിൽ ഫിൽറ്റർ ഉണ്ട്. അതെ, അല്ല ഇത് സാധാരണ ഈ പൊടി ഒഴിവാക്കാൻ നമ്മള് സാധാ എക്സ്പെല്ലർ ഒരു ഫിൽറ്റർ ഓട്ടമുള്ള ഒരു അരിപ്പുണ്ടാവും, അതിന്റെ അടിയിൽ കൂടിയാണ് ഇത് വരിക. അപ്പൊ പിന്നെ ഇതൊന്നും വല്ല എണ്ണ മാത്രമേ താഴെ. ആദ്യമാണ് നിങ്ങൾ ഒരു ഐഡിയ പറയാണ്. അതാണ് അതിൽ ഞാൻ കണ്ടൊരു ഇതുള്ളത്, ഒരു അരിപ്പും കൂടി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതെനിക്കൊരു അത്ഭുതമാണ് കേട്ടോ. കാരണം നിങ്ങൾ കുറെ മെഷീന്റെ അടിയിലാണ് ഇപ്പൊ നമ്മൾ ആട്ടുന്നത്. നമ്മളിപ്പോ സാധാരണ ഒരു മില്ലില് ആട്ടണം എത്ര സ്പേസ് അതിന് വേണ്ടി മുടക്കണം. പിന്നെ ലേബർ വേണം, അതിന്റെ ബെൽറ്റ്, ആ ഭാഗത്തൊന്നും ഒരാൾക്ക് പോകാൻ പറ്റൂല. പിന്നെ അതിന്റെ ശബ്ദം, ഒരു വലിയ ഫാക്ടറി വർക്ക് ചെയ്യുന്നത് പോലുള്ള സംവിധാനമാണല്ലോ നമുക്ക് ഒരു എക്സ്പെല്ലർ വർക്ക് ചെയ്യാനുള്ളത്. ഇത് നമ്മളൊരു സാധാ ഒരു വിഷയം ഒന്നുമില്ല, ഒരു ശബ്ദമില്ല, ഒന്നുമില്ല. നമ്മൾ അതിൻ്റെ അടുത്ത് ഉണ്ടാവില്ല, ചെറിയൊരു സ്പേസ് മതി. ആ സ്പേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണിപ്പോ ഞാൻ ഇതിൽ കാണുന്നത്. ഞാനിപ്പോ ഇത് തുടക്കത്തിലേ ഇതിങ്ങനെ വന്നത് ഞാൻ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടാവും കരുതി. അപ്പൊ ഇത് തുടങ്ങി എണ്ണ വരലും തൊട്ട് കുറെ സമയമായിട്ട് തന്നെ ഇപ്പൊ ഓയിൽ വരുന്നത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ വന്നപ്പോ നിങ്ങൾക്ക് ഒരു എക്സ്പെല്ലറിലാണ് ഇട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങി അതിങ്ങനെ വന്നതിന് ശേഷമല്ലേ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങുന്നത്. പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് പിന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇത് ഇടലും സ്റ്റാർട്ട് ചെയ്യും. കസ്റ്റമറായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു സാറ്റിസ്ഫൈഡ് ഉണ്ടല്ലോ? ഉണ്ട്, അതിൽ സംശയം. അത് മതി. സാറ്റിസ്ഫൈഡ് ആണ്. ഇത് ഇങ്ങനെ ഇതിന്റെ വർക്ക് കപ്പാസിറ്റിയും ഇതിന്റെ റണ്ണിങ്ങും കറക്റ്റായിട്ട്
ആയിട്ട് നിന്നാൽ വളരെ ഇതാണത്. കാരണം വെച്ചാൽ ഇത് നല്ല gain ഉണ്ടാവും. നല്ല കേവി ഉണ്ടാവുമ്പോ നല്ല ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ മില്ലുകാരൊക്കെ ഉണ്ടല്ലോ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കാരണം വെച്ചാൽ ഇപ്പൊ ഈ ഒരു ചെറിയൊരു എക്സ്പെർലർ ഇല്ലാത്തൊരു മില്ല്, ചെറിയ മില്ലുകളുണ്ട്. അവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ക്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഇത് കൊണ്ട് വെച്ചു കൊടുത്താൽ മതി, ധാരാളമാണ്. കാരണം അവിടെ അത് ഉപയോഗിക്കാം. നമ്മൾ എക്സ്പെർലർ എനിക്കൊരു മില്ല് ഉണ്ടായിരുന്നു, അതൊന്നല്ല കുറെ മുമ്പാണ്. അന്ന് ആദ്യം മറ്റുള്ള എക്സ്പെർലർ ഇല്ല, മറ്റുള്ളതൊക്കെ ആയിരുന്നു പൊടിക്കാനും ഇതൊക്കെ ഉള്ളത്. പിന്നെ നമ്മളെ ബിൽഡിംഗ് തന്നെ കുറെ ആണ്ട് മാറ്റിയിട്ട് എക്സ്പെല്ലറിന് വേണ്ടി മാത്രം ഒരു ഇത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സ്പെഷ്യലായിട്ട് അതെ, എന്നിട്ട് അതിന്റെ ഫാക്ടറി മാതിരി അത് ഇതായി പോവാണ്. പക്ഷെ ഇതിനതല്ല, ഇത് അന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അത് വലുതാക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നമ്മൾക്ക് ഒരു ചെറിയ സ്പേസ് അവിടെ ഉണ്ടായിരുന്നു, ആ സ്പേസിൽ ഇത് വെച്ചുകൊടുത്താൽ മതി. കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വെച്ചു കൊടുക്കാം അഭിപ്രായത്തില്. കാരണം എന്താ, അവർക്കൊക്കെ എണ്ണ കഴിക്കുന്നവർക്ക് ഒറിജിനൽ ആട്ടി എണ്ണ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. എണ്ണ കൊടുക്കാതെ അതില്ലാതെ കമ്പനി ഒന്നും വേണ്ട, ഒറിജിനൽ എണ്ണ ചക്ക് നമ്മളൊരു തേങ്ങ ഇട്ടിട്ട് തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത്രയും എത്ര 1 ലിറ്ററോ 2 ലിറ്ററോ എത്ര വേണമെന്നുണ്ടെങ്കിലും ആട്ടി കൊടുക്കാമല്ലോ അല്ലേ. ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കുന്നത് ഇപ്പം റിയൽ ആയിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കുന്നത് 5 HP ആണ്. ഇപ്പൊ ഇതിന്റെ തൊട്ട് ഞങ്ങളുടെ കയ്യിൽ 3 HP. ഇനി 1 HP ഞങ്ങളുടെ കയ്യിലുണ്ട്. 1 HP 2 HP 1 HP 2 HP ശരിക്കും ഷോപ്പുകളിൽ വെക്കാം.